ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു നോളജ് സെന്റർ. ഇന്ന് നമുക്ക് 7th സോഷ്യൽ സയൻസിലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ചാപ്റ്റർ ആണ് പഠിക്കാനുള്ളത്. സോഷ്യൽ സയൻസ് ഭാഗം 1-ലെ 5ാമത്തെ ചാപ്റ്റർ ആയിട്ടുള്ള നമ്മുടെ ഭൂമി എന്ന് പറഞ്ഞ ചാപ്റ്റർ ആണ്. ജിയോഗ്രഫിയിലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഭാഗമാണിത്. അതായത് ഭൂമിയുടെ ഘടനയെ പറ്റിയും അതുപോലെ അന്തരീക്ഷ പാളികളൊക്കെ പറ്റിയും ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുന്ന ഒരു ചാപ്റ്റർ ആണിത്. അതുകൊണ്ട് മിസ് ചെയ്യാതെ ക്ലാസ് മുഴുവൻ കാണാൻ ശ്രമിക്കണേ. അതുപോലെ നിങ്ങൾക്ക് ഈ ക്ലാസ് യൂസ്ഫുൾ ആവണമെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങളൊന്ന് കമന്റ് ചെയ്യാനും മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. 5ാമത്തെ ചാപ്റ്റർ ആണ് നമ്മുടെ ഭൂമി. ഇതിന് മുമ്പുള്ള ചാപ്റ്റർ ഒക്കെ നമ്മൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അതിന്റെ വീഡിയോസ് പ്ലേലിസ്റ്റിൽ ആഡ് ചെയ്തിട്ടുണ്ട്. കാണാത്തവരും അത് പോയി കാണണേ. ഞാൻ ഭൂമി. കോടിക്കണക്കിന് വർഷങ്ങൾ മുമ്പ് ചുട്ടുപൊള്ളുന്നൊരു ഗോളമായിരുന്നു ഞാൻ. പിന്നീട് നിരന്തരം പെയ്ത മഴയിലാണ് ഞാൻ തണുത്തത്. പിന്നെയും ദശലക്ഷക്കണക്കിന് വർഷങ്ങൾ കഴിഞ്ഞപ്പോഴാണ് ജീവജാലങ്ങൾ എന്നിലുണ്ടായത്. അപ്പോൾ കോടിക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് ചുട്ടുപൊള്ളുന്നൊരു ഗോളമായിരുന്നു ഭൂമി. പിന്നീട് നിരന്തരം പെയ്ത മഴയിലാണെന്ത് ഭൂമി തണുത്തത്. പിന്നെയും ദശലക്ഷക്കണക്കിന് വർഷങ്ങൾ കഴിഞ്ഞാണെന്ത് ജീവജാലങ്ങൾ ഭൂമിയിൽ ഉണ്ടായത്. ഭൂമിയുടെ ഉപരിതലത്തിൽ നമുക്ക് പുഴകളും മലകളും അതുപോലെ തായ്വരകളും സമതലങ്ങളും ഒക്കെ കാണാൻ കഴിയൂലേ. എന്നാൽ ഭൂമിയുടെ ഇന്നർ ലേയേഴ്സിൽ, അതായത് ഉള്ളറകളിൽ എന്താണ് ഉണ്ടാവുക, അതാണ് നമുക്ക് ഇനി പഠിക്കാനുള്ളത്. ഉള്ളറകളിലേക്ക്. ഭൂമിയുടെ ഉപരിതലത്തിലെ ചൂടിനെ കുറിച്ച് നമുക്ക് ധാരണയുണ്ടല്ലോ. എന്നാൽ ഉള്ളറയിലെ ചൂട് അതികഠിനമാണ്. ഉള്ളറയുടെ കേന്ദ്രഭാഗത്ത് ചൂട് ഏകദേശം 5500 ഡിഗ്രി സെൽഷ്യസ് ആണ്. അപ്പോൾ സൂര്യനിലെ താപനില നമ്മൾ ഏകദേശം എത്രയാണ്? 5510 ഡിഗ്രി സെൽഷ്യസ് ആണ് നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ. അപ്പൊ ഏകദേശം ആ ഒരു താപനില തന്നെയാണ് എന്ത് ഭൂമിയുടെ കേന്ദ്രഭാഗത്തും അനുഭവപ്പെടുന്നത്. 100 ഡിഗ്രി സെൽഷ്യസിലാണ് വെള്ളം തിളയ്ക്കുക എന്ന് നിങ്ങൾക്കറിയാമല്ലോ. 5500 ഡിഗ്രി സെൽഷ്യസ് ചൂട് നിങ്ങൾക്ക് സങ്കല്പിക്കാനാവുന്നുണ്ടോ? നിങ്ങൾ ഖനികൾ എന്ന് കേട്ടിട്ടുണ്ടോ? അവയിൽ ഏറ്റവും ആഴമുള്ള ഖനിയുടെ താഴ്ച എത്ര കിലോമീറ്റർ ആണെന്ന് അറിയാമോ? ഏകദേശം 12 കിലോമീറ്റർ. അത്രത്തോളം ദൂരം പോലും മനുഷ്യർ ചെന്നെത്താനാവുന്നത് യന്ത്രങ്ങളുടെയും സുരക്ഷാ ഉപകരണങ്ങളുടെയും സഹായത്തോടെയാണ്. അപ്പോൾ ഭൂമിയിലെ ഏറ്റവും ആഴമുള്ള ഖനിയുടെ താഴ്ച എത്രയാണ്? 12 കിലോമീറ്റർ ആണ് അല്ലേ. അത്രത്തോളം ദൂരം പോലെ എന്താണ് യന്ത്രങ്ങളുടെയും സുരക്ഷാ ഉപകരണങ്ങളുടെയും സഹായത്തോടെയാണ് ആ ഒരു ദൂരം പോലും മനുഷ്യന് ചെന്നെത്താനാവുന്നത്. ഏകദേശം 6371 കിലോമീറ്റർ ആണെന്ത് ഭൂമിയുടെ കേന്ദ്രത്തിലേക്കുള്ള ദൂരം. എത്രയാണ്? 6371 കിലോമീറ്റർ. ഏകദേശം 6371 കിലോമീറ്റർ ആണെന്ത് ഭൂമിയുടെ കേന്ദ്രഭാഗത്തേക്കുള്ള ദൂരം. അപ്പോൾ ഭൂമിയുടെ ഉള്ളറകളിലേക്കുള്ള വിവരങ്ങൾ മനുഷ്യന് നേരിട്ട് ചെന്ന് മനസ്സിലാക്കാൻ സാധ്യമല്ല അല്ലേ. പിന്നെ എങ്ങനെയാണ് ഭൂമിയുടെ ഉള്ളറകളെ കുറിച്ചുള്ള വിവരങ്ങൾ നമുക്ക് ലഭിക്കുന്നത് എന്നാണ് പറയുന്നത്. അഗ്നിപർവ്വത സ്ഫോടനങ്ങളിലൂടെ ഭൂമിയുടെ ഉപരിതലത്തിൽ എത്തിച്ചേരുന്ന വസ്തുക്കൾ പരിശോധിക്കുന്നത് നമുക്ക് എന്താണ് ഭൂമിയുടെ ഘടനയെ പറ്റി മനസ്സിലാക്കാം അല്ലെ. അതുപോലെ ഖനികളിൽ നിന്ന് ശേഖരിക്കുന്ന വിവരങ്ങളിൽ നിന്ന് മനസ്സിലാക്കാം. അതുപോലെ ഭൂകമ്പ സമയത്തുണ്ടാകുന്ന തരംഗങ്ങളുടെ ചലനം വിശകലനം ചെയ്യുന്നതിൽ നിന്നെന്താണ് ഭൂമിയുടെ ഉള്ളറകളെ കുറിച്ച് നമുക്ക് മനസ്സിലാക്കാം അല്ലേ. അപ്പോൾ അഗ്നിപർവ്വത സ്ഫോടനങ്ങളിലൂടെ ഒക്കെ എന്താണ് ഭൂമിയുടെ ഉപരിതലത്തിലേക്ക് എത്തിച്ചേരുന്ന ശിലകളും അതുപോലെ എന്താണ് മറ്റു വസ്തുക്കളൊക്കെ പരിശോധിക്കുന്നതിലൂടെ പിന്നെന്താണ് ഭൂമിയുടെ ഉള്ളറകളെ കുറിച്ച് കുറച്ച് കാര്യങ്ങളൊക്കെ നമുക്ക് ലഭിക്കും. അതുപോലെ പിന്നെന്താണ് ഖനികളിൽ നിന്ന് ശേഖരിക്കുന്ന വിവരങ്ങളിൽ നിന്നൊക്കെ എന്താണ് താപനിലയും പിന്നെ അവിടെ അടങ്ങിയിരിക്കുന്ന പദാർത്ഥങ്ങളുടെ അളവും പിന്നെ അങ്ങനെയുള്ള ചില കാര്യങ്ങളൊക്കെ എന്താണ് നമുക്ക് എന്താണ് ഖനികളിൽ നിന്ന് ശേഖരിക്കുന്ന വിവരങ്ങളിൽ നിന്ന് മനസ്സിലാക്കാം. പിന്നെന്താണ് ഭൂകമ്പ സമയത്തുണ്ടാകുന്ന തരംഗങ്ങളുടെ ചലനം അല്ലെ. അതായത് എന്താണ് ഭൂകമ്പത്തിന്റെ ഊർജ്ജം എന്താണ് തരംഗ രൂപത്തിലാണ് സഞ്ചരിക്കുന്നത് നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലെ. ഭൂകമ്പ സമയത്ത് പ്രധാനമായിട്ടും 3 രൂപത്തിലുള്ള തരംഗങ്ങളാണ് ഉണ്ടാവുന്നത്. പ്രാഥമിക തരംഗങ്ങൾ, ദ്വിതീയ തരംഗങ്ങൾ, അതുപോലെ എന്താണ് ഉപരിതല തരംഗങ്ങൾ. ഇതിനെ പറ്റിയൊക്കെ ഡീറ്റെയിൽ ആയിട്ട് ഇനി വരുന്ന ക്ലാസ്സുകളിലെ ചാപ്റ്റേഴ്സിലൊക്കെ ആണുള്ളത്. ഇങ്ങനെ ഉണ്ടാകുന്ന തരംഗങ്ങളുടെ ചലനം വിശകലനം ചെയ്ത് നമുക്ക് എന്താണ് ഭൂമിയുടെ ഉള്ളറകളെ പറ്റി മനസ്സിലാക്കാം. ഇനി ഭൂമിയുടെ ഘടന എന്നുള്ളൊരു ഹെഡിങ് കൊടുത്തിട്ടുണ്ട്. ഇവിടെ എന്താണ് ഒരു ചിത്രം കൊടുത്തിട്ടുള്ളത്. ഭൂമിയുടെ ഉള്ളറയെ വിവിധ പാളികളായിട്ട് തിരിച്ചിരിക്കുന്നതാണ്. ഏതൊക്കെയാണ്? ഭൂവൽക്കം, മാന്റിൽ, പുറക്കാമ്പ്, അകക്കാമ്പ്. ഏറ്റവും പുറമെയുള്ള പാളിയാണ് ഭൂവൽക്കം അല്ലെങ്കിൽ ക്രസ്റ്റ്. ഭൂമിയുടെ ഏറ്റവും പുറമെയുള്ള പാളിയാണ് ഭൂവൽക്കം. ഭൂവൽക്കത്തിന് തൊട്ട് താഴെയായിട്ടാണ് മാന്റിൽ വരുന്നത്. മാന്റിലിന് തൊട്ട് താഴെ പുറക്കാമ്പ്, പിന്നെന്താണ് ഏറ്റവും സെന്ററിലായിട്ടാണ് അകക്കാമ്പ് വരുന്നത്. അപ്പോൾ ഈ ഒരു ഓർഡർ പഠിക്കട്ടോ. ഭൂവൽക്കം, അത് കഴിഞ്ഞിട്ട് മാന്റിൽ, പിന്നെ പുറക്കാമ്പ്, അകക്കാമ്പ്. ഇനി ഓരോന്നും ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ഭൂവൽക്കം അല്ലെങ്കിൽ ക്രസ്റ്റ്. ഭൂമിയുടെ ഏറ്റവും പുറമേയുള്ളതും താരതമ്യേന നേർത്തതുമായ പാളിയാണ് ഭൂവൽക്കം. ഖരരൂപത്തിലുള്ള പാറകളാൽ നിർമ്മിതമാണ് ഈ പാളി.
അപ്പോൾ ഭൂമിയുടെ ഏറ്റവും പുറമേയുള്ളതും താരതമ്യേന നേർത്തതുമായിട്ടുള്ള പാളിയാണ് ഭൂവൽക്കം അല്ലെങ്കിൽ ക്രസ്റ്റ്. ഖരരൂപത്തിലുള്ള പാറകളാൽ നിർമ്മിതമാണ് ഈ പാളി. ഭൂവൽക്കത്തിന് വൻകര ഭൂവൽക്കം, സമുദ്ര ഭൂവൽക്കം എന്നിങ്ങനെ 2 ഭാഗങ്ങളാണുള്ളത്. വൻകര ഭൂവൽക്കത്തിനാണ് കനം കൂടുതലുള്ളത്. ശരാശരി കനം 30 കിലോമീറ്ററോളം വരും. വൻകര ഭൂവൽക്കത്തിന് പർവ്വത പ്രദേശത്ത് ഏകദേശം 70 കിലോമീറ്ററും കനമുണ്ട്. എന്നാൽ സമുദ്ര ഭൂവൽക്കത്തിന് ശരാശരി 5 കിലോമീറ്റർ ആണ് കനം. അപ്പോൾ ഭൂവൽക്കത്തിന് വൻകര ഭൂവൽക്കം, സമുദ്ര ഭൂവൽക്കം എന്നിങ്ങനെ 2 ഭാഗങ്ങളുണ്ട് കേട്ടോ. വൻകര ഭൂവൽക്കത്തിനാണ് കനം കൂടുതലുള്ളത്. ശരാശരി കനം എത്രയാണ്? വൻകര ഭൂവൽക്കം 30 കിലോമീറ്ററോളാണുള്ളത്. എന്നാൽ വൻകര ഭൂവൽക്കത്തിന് പർവ്വത പ്രദേശത്തെ കനം ചോദിച്ചാൽ 70 കിലോമീറ്റർ ആണ് കേട്ടോ. അപ്പോൾ ശരാശരി 30 കിലോമീറ്റർ ആണ്. എന്നാൽ പർവ്വത പ്രദേശത്തേക്ക് പോകുമ്പോൾ 70 കിലോമീറ്റർ ആണ് എന്ത് വൻകര ഭൂവൽക്കത്തിന്റെ കനം. എന്നാൽ സമുദ്ര ഭൂവൽക്കത്തിന് ശരാശരി 5 കിലോമീറ്റർ ആണ് കനമുള്ളത്. അപ്പോൾ ശരാശരി ഭൂവൽക്കത്തിന്റെ കനം എത്രയാണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ 35 കിലോമീറ്റർ ആണ് വരുന്നത്. പിന്നെന്താണ് ഭൂവൽക്കം? എന്താണ്? ഖരരൂപത്തിലുള്ള പാറകളാൽ നിർമ്മിതമാണെന്ന് പഠിച്ചില്ലേ. ഭൂവൽക്കം കഴിഞ്ഞാൽ പിന്നെ മാൻഡിലാണ് വരുന്നത് അല്ലേ. മാൻഡിൽ ഭൂവൽക്കത്തിന് താഴെയുള്ള ഭാഗമാണ്. താരതമ്യേന കനമുള്ള ഭാഗമാണിത്. ഇത് ഏകദേശം 2900 കിലോമീറ്റർ വരെ വ്യാപിച്ചു കിടക്കുന്നു. അപ്പൊ എന്താണ് താരതമ്യേന എന്താണ് കനമുള്ള ഭാഗം? ഏതാണ്? മാൻഡിലാണ്. ഇതിന് 2900 കിലോമീറ്റർ വരെ വ്യാപിച്ചു കിടക്കുന്നുണ്ട്. ഇനി ഭൂവൽക്കവും മാൻഡിലിന്റെ ഉപരിഭാഗവും ചേർന്നുള്ള ഭാഗത്തെയാണ് ശിലാമണ്ഡലം എന്ന് വിളിക്കുന്നത്, അല്ലെങ്കിൽ ലിത്തോസ്ഫിയർ എന്ന് വിളിക്കുന്നത്. അപ്പൊ എന്താണ് ഭൂവൽക്കവും മാൻഡിലിന്റെ ഉപരിഭാഗവും ചേർന്നുള്ള ഭാഗത്തെയാണ് എന്ത് ശിലാമണ്ഡലം അല്ലെങ്കിൽ ലിത്തോസ്ഫിയർ എന്ന് വിളിക്കുന്നത്. ശിലാമണ്ഡലത്തിന് താഴെയായി ശിലാപദാർത്ഥങ്ങൾ ഉരുകി, അതായത് മാഗ്മ അർദ്ധദ്രവാവസ്ഥയിൽ കാണപ്പെടുന്ന ഭാഗമാണ് അസ്തനോസ്ഫിയർ. അപ്പൊ എന്താ പറഞ്ഞാൽ ശിലാമണ്ഡലത്തിന് താഴെയായി ശിലാപദാർത്ഥങ്ങളൊക്കെ ഉരുകിയിട്ട് അർദ്ധദ്രവാവസ്ഥയിൽ, അതായത് മാഗ്മ നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലെ, മാഗ്മന്റെ അവസ്ഥയിൽ കാണപ്പെടുന്ന ഭാഗമാണിത് അസ്തനോസ്ഫിയർ എന്ന് പറഞ്ഞാല്. എന്നാൽ അസ്തനോസ്ഫിയറിന് താഴെയുള്ള ഭാഗം എന്താണ്? ഖരാവസ്ഥയിലുമാണ്. അപ്പൊ നമ്മൾ എന്തൊക്കെയാണ് പഠിച്ചത്? മാൻഡിൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? ഭൂവൽക്കത്തിന് താഴെയുള്ള പാളിയാണ് മാൻഡിൽ. ഏറ്റവും താരതമ്യേന എന്താണ്? കനമുള്ള ഭാഗമാണ്. ഇതിന് 2900 കിലോമീറ്റർ വരെ കനമുണ്ടെന്ന് പഠിച്ചില്ലേ. ഇനി എന്താണ്? ഭൂവൽക്കവും മാൻഡിലിന്റെ ഉപരിഭാഗവും ചേർന്നുള്ള ഭാഗത്തെ നമ്മൾ ശിലാമണ്ഡലം അല്ലെങ്കിൽ ലിത്തോസ്ഫിയർ എന്നാണ് വിളിക്കുന്നത്. പിന്നെന്താണ്? ശിലാമണ്ഡലത്തിന് താഴെയായിട്ട് ശിലാപദാർത്ഥങ്ങളൊക്കെ ഉരുകി അർദ്ധദ്രവാവസ്ഥയിലാണ് കാണപ്പെടുന്നത്. ആ ഭാഗത്തെ നമ്മൾ അസ്തനോസ്ഫിയർ എന്ന് വിളിച്ചു അല്ലേ. അപ്പോൾ ലിത്തോസ്ഫിയറിന് താഴെയായിട്ട് മാഗ്മ അവസ്ഥയിൽ കാണപ്പെടുന്ന ഭാഗമാണെന്ത്? അസ്തനോസ്ഫിയർ. ഇനി അസ്തനോസ്ഫിയറിന് താഴെയുള്ള ഭാഗം ഖരാവസ്ഥയിലാണ് കാണപ്പെടുന്നത്. ഇതൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ, നോട്ട് ചെയ്ത് തന്നെ പഠിക്കണേ. നമ്മളോട് ജസ്റ്റ് മനസ്സിലാക്കി വെച്ചാലും നമ്മളെ മൈൻഡിൽ നിന്ന് മാറിപ്പോവും. അതുകൊണ്ട് നോട്ട് ചെയ്ത് തന്നെ പഠിക്കണം. ഇനി നമുക്ക് കാമ്പാണ്. മാൻഡിലിന് താഴെയായിട്ട് ഭാഗമാണ് കാമ്പ്. കാമ്പിന് പുറക്കാമ്പ്, അകക്കാമ്പ് എന്നീ ഭാഗങ്ങളുണ്ട്. പുറക്കാമ്പ് ദ്രവാവസ്ഥയിലും അകക്കാമ്പ് ഖരാവസ്ഥയിലുമാണ് കാണപ്പെടുന്നത്. അപ്പൊ കാമ്പ് മുഖ്യമായും നിക്കൽ, ഇരുമ്പ് എന്നീ ലോഹങ്ങളാൽ രൂപം കൊണ്ടതാണ്. അതിനാൽ കാമ്പിന് നിഫെ എന്നും പേരുണ്ട്. അകക്കാമ്പിലെ ചൂട് ഏകദേശം 5500 ഡിഗ്രി സെൽഷ്യസ് ആണ്. അപ്പം നമ്മൾ നേരത്തെ അകക്കാമ്പ് പുറക്കാമ്പ് എന്ന് കണ്ടില്ലേ. ടോട്ടൽ നമ്മൾ കാമ്പ് അല്ലെങ്കിൽ കോർ എന്നാണ് പറയുന്നത്. ഇനി എന്താണ്? പുറക്കാമ്പ് ദ്രവാവസ്ഥയിലും അകക്കാമ്പ് ഖരാവസ്ഥയിലുമാണ് കാണുന്നത്. അപ്പോൾ പുറത്ത് ദ്രവാവസ്ഥയിലും അതുപോലെ എന്താണ് അകക്കാമ്പ് എന്താണ് ഖരാവസ്ഥയിലുമാണ് കാണപ്പെടുന്നത്. കാമ്പിന് മുഖ്യമായിട്ടും നിക്കൽ നമ്മൾ ഡിനോട്ട് ചെയ്യുന്ന എന്നാണ് അല്ലെ, ഇരുമ്പ് Fe എന്നുമാണ്, അതായത് ഫെറം അല്ലെ, ഇരുമ്പിന് എന്നീ ലോഹങ്ങളാൽ രൂപം കൊണ്ടതാണ് എന്ത് കാമ്പ് എന്ന് പറയുന്നത്. അപ്പോൾ നിക്കൽ, ഇരുമ്പ് എന്നീ 2 ലോഹങ്ങളാൽ നിർമ്മിതമായത് കൊണ്ട് തന്നെ എന്താണ് ഈ കാമ്പിന് നിഫെ എന്നും പേരുണ്ട്. പിന്നെന്താണ്? അകക്കാമ്പിലെ ചൂട് ഏകദേശം 5500 ഡിഗ്രി സെൽഷ്യസ് ആണ്. നമ്മൾ നേരത്തെ പഠിച്ചു അല്ലേ, ഭൂമിയുടെ കേന്ദ്രഭാഗത്തെ ചൂട് 5500 ഡിഗ്രി സെൽഷ്യസ് ആണ്. അതുപോലെ എന്താണ് സൂര്യനിലെ ചൂടും ഏകദേശം അത്രത്തോളം തന്നെയാണ് അല്ലേ. അപ്പൊ അകക്കാമ്പിലെ ചൂട് ഏകദേശം എത്രയാണ്? 5500 ഡിഗ്രി സെൽഷ്യസ് ആണ്. പ്രധാനമായിട്ടും നിക്കല് അതുപോലെ ഇരുമ്പ് എന്നീ ലോഹങ്ങളാൽ രൂപം കൊണ്ടതാണ് എന്ത് കാമ്പ്. അതുകൊണ്ട് തന്നെ നിഫെ എന്നും ഇതിന് പേരുണ്ട്. പിന്നെന്താ ഇതിനൊരു പോയിന്റ്സ് കൂടി നമ്മൾ പഠിച്ചത്? പുറക്കാമ്പ് ദ്രവാവസ്ഥയിലും അതുപോലെ അകക്കാമ്പ് ഖരാവസ്ഥയിലുമാണെന്നും കൂടി നമ്മൾ പഠിച്ചില്ലേ. ഇതൊക്കെ ചിലപ്പോൾ പ്രസ്താവന രീതിയിൽ ചോദിക്കട്ടോ. അപ്പൊ നോട്ട് ചെയ്ത് തന്നെ പഠിക്കാം.
ഇനി ഇവിടെ ഓരോ പാളികളെ പറ്റിയിട്ടുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളുടെ ഒരു സൂചികയാണ് കൊടുത്തിട്ടുള്ളത്. ഭൂവൽക്കം നമ്മൾ പഠിച്ചില്ലേ, ഏറ്റവും പുറമേയുള്ള ഭാഗമാണെന്ന് നമ്മൾ പഠിച്ചു. പിന്നെ ഭൂവൽക്കത്തിന് വൻകര ഭൂവൽക്കം അതുപോലെ സമുദ്ര ഭൂവൽക്കം എന്നീ രണ്ടായിട്ട് തിരിച്ചിട്ടുണ്ടായിരുന്നു. വൻകര ഭൂവൽക്കത്തിനാണ് കനം കൂടുതൽ എന്ന് നമ്മൾ പറഞ്ഞില്ലേ, സമുദ്ര ഭൂവൽക്കത്തിന് എന്താണ് കനം കുറവാണ്. ഇനി വൻകര ഭൂവൽക്കത്തിന് എന്താണ് ശരാശരി 30 കിലോമീറ്ററോളാണ് വൻകര ഭൂവൽക്കത്തിന്റെ ശരാശരി കനം. എന്നാൽ എന്താണ് പർവ്വത പ്രദേശങ്ങളിലേക്ക് പോകുമ്പോൾ 70 കിലോമീറ്റർ ആണ് വൻകര ഭൂവൽക്കത്തിന്റെ കനം. പിന്നെ സമുദ്ര ഭൂവൽക്കത്തിന് എത്രയാണ് 5 കിലോമീറ്റർ ആണ് സമുദ്ര ഭൂവൽക്കത്തിന്റെ കനം. അപ്പൊ പിന്നെ നമ്മൾ പഠിച്ചത് മാൻഡിലാണ് അല്ലെ. മാൻഡിൽ ഭൂവൽക്കത്തിന് താഴെ വരുന്ന ഒരു പാളിയാണ് മാൻഡിൽ. 2900 കിലോമീറ്റർ വരെയാണ് മാൻഡിൽ വ്യാപിച്ചു കിടക്കുന്നത്. ഭൂവൽക്കവും അതുപോലെ മാൻഡിലിന്റെ ഉപരിതലവും വരുന്ന പാളിയെ നമ്മൾ എന്താണ് ശിലാമണ്ഡലം എന്ന് പഠിച്ചില്ലേ. ശിലാമണ്ഡലം അല്ലെങ്കിൽ ലിത്തോസ്ഫിയർ എന്ന് പഠിച്ചു. ഇനി ശിലാമണ്ഡലത്തിന് താഴെയായിട്ട് എന്താണ് ശിലാപദാർത്ഥങ്ങളൊക്കെ ഉരുകി മാത്മാവസ്ഥയിൽ, അതായത് അർദ്ധദ്രവാവസ്ഥയിൽ, പൂർണ്ണമായിട്ടും ദ്രാവകാവസ്ഥയിലല്ല ദ്രവാവസ്ഥയിൽ കാണപ്പെടുന്ന ഭാഗമാണിത്. ഇതിലെന്താ പഠിച്ചത് നമ്മള് അസ്തനോസ്ഫിയർ എന്ന് പഠിച്ചു അല്ലെ. ഈ അസ്തനോസ്ഫിയറിന് താഴെ ആയിട്ടുള്ള പാളി എന്താണ് ഖരാവസ്ഥയിലുമാണ് അല്ലെ. ഇനി എന്താണ് ഏറ്റവും ഇന്നർ, അതായത് കേന്ദ്ര ഭാഗത്തുള്ളതാണ് കാമ്പ് അല്ലെങ്കിൽ കോർ എന്ന് പഠിച്ചില്ലേ. ഈ കാമ്പിന് എന്താണ് അകക്കാമ്പ് പുറക്കാമ്പ് എന്നീ രണ്ടായി തിരിച്ചിട്ടുണ്ട്. പുറക്കാമ്പ് ദ്രാവകാവസ്ഥയിലും അതുപോലെ അകക്കാമ്പ് ഖരാവസ്ഥയിലുമാണ്. പ്രധാനമായിട്ടും നിക്കല് ഇരുമ്പ് എന്നീ 2 ലോഹങ്ങൾ കൊണ്ടാണ് കാമ്പ് രൂപീകരിക്കപ്പെട്ടിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ എന്താണ് നിഫെ എന്നും ഇതിനെ പേര് വിളിക്കുന്നുണ്ട്. കാമ്പിനെ നിഫെ എന്നും അറിയപ്പെടുന്നുണ്ട്. പിന്നെ നമ്മൾ എന്താണ് അകക്കാമ്പിന്റെ ചൂട് 5500 ഡിഗ്രി സെൽഷ്യസ് ഉണ്ടാവും എന്ന് പഠിച്ചു അല്ലേ. അപ്പൊ ഇത്രക്കാണ് ഭൂമിയുടെ ഘടനയും സവിശേഷതകളും നമുക്ക് പഠിക്കാനുള്ളത്. അടുത്തത് ഭൂമിയുടെ അന്തരീക്ഷത്തെ കുറിച്ചാണ്. ജീവജാലങ്ങൾക്ക് നിലനിൽക്കാൻ കഴിയുന്ന രീതിയിൽ ഭൂമിയും അന്തരീക്ഷവും മാറിയതെങ്ങനെ? ഉദ്ഭവ സമയത്ത് ചുട്ടുവഴുത്ത അവസ്ഥയിലായിരുന്നു ഭൂമി. കോടാനുകോടി വർഷങ്ങൾ കൊണ്ട് സാവധാനം തണുത്തു. ഈ പ്രക്രിയയിലൂടെ ഭൂമിയുടെ ഉള്ളിലുണ്ടായിരുന്ന വാതകങ്ങൾ പുറത്തേക്ക് വന്നു. ക്രമേണ ഭൂമിക്ക് ചുറ്റും നിരവധി വാതകങ്ങളുള്ള വായുവിന്റെ ഒരു ആവരണമുണ്ടായി. ഭൂമിയെ ആവരണം ചെയ്ത ഈ വാതക പുതപ്പാണ് അന്തരീക്ഷം. സസ്യങ്ങളുടെ ആവിർഭാവത്തോടെ പ്രകാശ സംശ്ലേഷണ ഫലമായി അന്തരീക്ഷം ഓക്സിജനാൽ സമ്പന്നമായി. അന്തരീക്ഷത്തിലുള്ള വാതകങ്ങളാണ് നൈട്രജൻ, ഓക്സിജൻ, കാർബൺ ഡൈ ഓക്സൈഡ് തുടങ്ങിയവ. ഈ വാതകങ്ങൾ കൂടാതെ മറ്റു വാതകങ്ങളും പൊടിപടലങ്ങളും ജലാംശവും ഉണ്ട്. അപ്പോൾ ഭൂമിക്ക് ചുറ്റും നിരവധി വാതകങ്ങളുള്ള വായുവിന്റെ ഒരു ആവരണമുണ്ട്. ഈ ഒരു ആവരണത്തെയാണ് അന്തരീക്ഷം എന്ന് പറയുന്നത്. സസ്യങ്ങളുടെ ആവിർഭാവത്തോടെ എന്താണ് പ്രകാശ സംശ്ലേഷണ ഫലമായിട്ട് അന്തരീക്ഷത്തിൽ എന്താണ് ഓക്സിജനാൽ സമ്പന്നമായി എന്നാണ് പറയുന്നത്. അന്തരീക്ഷത്തിലുള്ള വാതകങ്ങൾ ഏതൊക്കെയാണ് പറഞ്ഞത്? നൈട്രജൻ, ഓക്സിജൻ, കാർബൺ ഡൈ ഓക്സൈഡ് തുടങ്ങിയവയാണ്. എന്നാൽ എന്താണ് ഈ വാതകങ്ങൾ കൂടാതെ മറ്റു വാതകങ്ങളും പൊടിപടലങ്ങളും ജലാംശവും ഈ അന്തരീക്ഷത്തിൽ അടങ്ങിയിട്ടുണ്ട്. ഇനി നമുക്ക് എന്താ നോക്കാനുള്ളത്? അന്തരീക്ഷത്തിൽ അടങ്ങിയിട്ടുള്ള വിവിധ വാതകങ്ങൾ ഏതൊക്കെയാണെന്നും അവ എത്ര അളവിലാണ് കാണപ്പെടുന്നതാണ് നമുക്ക് നോക്കാനുള്ളത്. അടുത്ത ഹെഡിംഗ് ആണ് അന്തരീക്ഷ സംരചന അല്ലെങ്കിൽ കോമ്പോസിഷൻ ഓഫ് ദ അറ്റ്മോസ്ഫിയർ. ഭൗമോപരിതലത്തിൽ നിന്ന് 10,000-ഓളം കിലോമീറ്റർ ഉയരം വരെ അന്തരീക്ഷത്തിന്റെ സാന്നിധ്യമുണ്ട്. എന്നാൽ ആകെ അന്തരീക്ഷ വായുവിന്റെ 97% സ്ഥിതി ചെയ്യുന്നത് ഭൗമോപരിതലത്തിൽ നിന്ന് ഏകദേശം 29 കിലോമീറ്റർ ഉയരം വരെയാണെന്ന് കണക്കാക്കപ്പെടുന്നു. ഉയരം കൂടുന്തോറും വാതകങ്ങളുടെ അളവ് കുറഞ്ഞു വരുന്നു. അപ്പോൾ ഭൗമോപരിതലത്തിൽ നിന്ന് 10,000-ഓളം കിലോമീറ്റർ ഉയരം വരെ അന്തരീക്ഷത്തിന് സാന്നിധ്യമുണ്ട്. എന്നാൽ എന്താണ് അന്തരീക്ഷ വായുവിന്റെ 97% സ്ഥിതി ചെയ്യുന്നത് എത്രയാണ്? ഏകദേശം 29 കിലോമീറ്റർ ഉയരം വരെയാണ്. ഉയരം കൂടുന്തോറും എന്താണ് വാതകങ്ങളുടെ അളവ് അന്തരീക്ഷത്തിൽ കുറഞ്ഞു വരികയാണ്. മനുഷ്യനും മറ്റ് ജീവജാലങ്ങൾക്കും ജീവവായുവായ ഓക്സിജൻ, സസ്യങ്ങളുടെ നിലനിൽപ്പിന് ആവശ്യമായ കാർബൺ ഡൈ ഓക്സൈഡ് എന്നിവ ലഭിക്കുന്നത് അന്തരീക്ഷത്തിൽ നിന്നാണ്. ഈ 2 വാതകങ്ങളാണ് ഭൂമിയിൽ ജീവൻ നിലനിർത്തുന്നതിൽ പ്രധാന പങ്ക് വഹിക്കുന്നത്. അപ്പൊ ഏതൊക്കെയാണ്? ഓക്സിജനും കാർബൺ ഡൈ ഓക്സൈഡും ആണ് അന്തരീക്ഷത്തിൽ ജീവൻ നിലനിർത്തുന്നതിൽ മുഖ്യ പങ്ക് വഹിക്കുന്നത്. അപ്പൊ ഈ 2 വാതകങ്ങൾ നമുക്ക് ലഭിക്കുന്നത് എന്താണ്? അന്തരീക്ഷത്തിൽ നിന്നാണ്. ഇവിടെ ഒരു ചിത്രം കൊടുത്തിട്ടുള്ളത് അന്തരീക്ഷ വാതകങ്ങളുടെ അളവാണ് ഇവിടെ ചിത്രീകരിച്ചിട്ടുള്ളത്. 78% നൈട്രജൻ ആണ് അന്തരീക്ഷ വാതകങ്ങളിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്നത് നൈട്രജൻ ആണ് 78%. ബാക്കി 21% എത്രയാണ്? ഓക്സിജൻ ആണ് കാണപ്പെടുന്നത്. ബാക്കി 21% ഓക്സിജൻ ആണ്. ഇനി മൂന്നാമതായിട്ട് എന്താണ്? 1%, ബാക്കി 1% വരുന്നതാണ് ആർഗൺ, അതുപോലെ കാർബൺ ഡൈ ഓക്സൈഡ്, നിയോണ്, ഹീലിയം, ക്രിപ്റ്റോൺ, സിനോൺ, ഹൈഡ്രജൻ.
ഇതൊക്കെയാണ് ബാക്കി 1% വരുന്നത്. അപ്പോൾ അന്തരീക്ഷ വാതകങ്ങളിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്നത് നൈട്രജൻ ആണ്, രണ്ടാമതായിട്ട് ഓക്സിജൻ, മൂന്നാമതായിട്ട് 1% നിന്നാണ് ആർഗൺ, കാർബൺ ഡൈ ഓക്സൈഡ്, നിയോണ്, ഹീലിയം, ക്രിപ്റ്റോൺ, സിനോൺ, ഹൈഡ്രജൻ. അപ്പോൾ എല്ലാ വാതകങ്ങളുടെ പേരും ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. പിന്നെ ഏതൊക്കെയാണ് അന്തരീക്ഷ വാതകങ്ങളിൽ പെടാത്തത് ഏതൊക്കെയാണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് എഴുതാൻ കിട്ടണമെങ്കിൽ എന്താണ് എല്ലാ പേരും നമുക്ക് അറിയേണ്ടതുണ്ട്. അപ്പോൾ ആർഗണ്, കാർബൺ ഡൈ ഓക്സൈഡ്, നിയോണ്, ഹീലിയം, ക്രിപ്റ്റോൺ, സിനോൺ, ഹൈഡ്രജൻ ഇവയൊക്കെയാണ് ബാക്കി 1% പെടുന്നത്. ഏറ്റവും കൂടുതൽ 78% നൈട്രജന്, 21% രണ്ടാമതായിട്ട് ഓക്സിജനുമാണ് കാണപ്പെടുന്നത്. സൂര്യതാപമേറ്റ് ഭൗമോപരിതലത്തിൽ നിന്നും ജലം നീരാവിയായി അന്തരീക്ഷത്തിൽ എത്തുന്ന പ്രക്രിയയാണ് ബാഷ്പീകരണം അല്ലെങ്കിൽ ഇവാപ്പറേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ സൂര്യതാപത്താൽ എന്താണ് ഭൗമോപരിതലത്തിൽ നിന്നും ജലം നീരാവിയായി അന്തരീക്ഷത്തിലേക്ക് എത്തുന്ന പ്രക്രിയയാണ് ബാഷ്പീകരണം അല്ലെങ്കിൽ ഇവാപ്പറേഷൻ എന്ന് പറയുന്നത്. ഭൗമോപരിതലത്തിൽ നിന്ന് ഏകദേശം 90 കിലോമീറ്റർ വരെ മാത്രമേ ജലബാഷ്പത്തിന്റെ സാന്നിധ്യമുള്ളൂ. അപ്പോൾ 90 കിലോമീറ്റർ വരെ എന്താണ് ജലബാഷ്പത്തിന്റെ സാന്നിധ്യമുള്ളൂ എന്നാണ് പറയുന്നത്. വാതകങ്ങൾ, ജലതന്മാത്രകൾ എന്നിവയ്ക്ക് പുറമെ പൊടിപടലങ്ങളും അന്തരീക്ഷത്തിന്റെ ഭാഗമാണ്. പൊടിപടലങ്ങൾ സാധാരണയായി കണ്ടുവരുന്നത് ഭൗമോപരിതലത്തിനോട് ചേർന്നുള്ള അന്തരീക്ഷ ഭാഗങ്ങളിലാണ്. അന്തരീക്ഷത്തിലെ നേർത്ത പൊടിപടലങ്ങളെ ചുറ്റി അന്തരീക്ഷ നീരാവി ഘനീഭവിച്ച് മേഘങ്ങൾ രൂപപ്പെടുന്നു. അതിനാൽ അന്തരീക്ഷത്തിലെ നേർത്ത പൊടിപടലങ്ങളെ ഘനീകരണ മർമ്മങ്ങൾ എന്ന് വിളിക്കുന്നു, അല്ലെങ്കിൽ ഹൈഗ്രോസ്കോപ്പിക് ന്യൂക്ലി എന്ന് വിളിക്കുന്നു. അപ്പോൾ ഭൗമോപരിതലത്തിനോട് ചേർന്നുള്ള അന്തരീക്ഷ ഭാഗങ്ങളിലാണ് പൊടിപടലങ്ങൾ സാധാരണയായിട്ട് കണ്ടുവരുന്നത്. അന്തരീക്ഷത്തിലെ നേർത്ത പൊടിപടലങ്ങളെ ചുറ്റി അന്തരീക്ഷ നീരാവി ഘനീഭവിച്ച് മേഘങ്ങൾ രൂപപ്പെടുന്നുള്ളൂ. അതിനാൽ തന്നെ എന്താണ് അന്തരീക്ഷത്തിലെ നേർത്ത പൊടിപടലങ്ങളെ നമ്മൾ ഘനീകരണ മർമ്മങ്ങൾ അല്ലെങ്കിൽ ഹൈഗ്രോസ്കോപ്പിക് ന്യൂക്ലിയൈ എന്ന് വിളിക്കുന്നു. ഇനി എന്തൊക്കെ മാർഗങ്ങളിലൂടെയാണ് അന്തരീക്ഷത്തിൽ പൊടിപടലങ്ങൾ എത്തുന്നതെന്നാണ് പറയുന്നത്. കാറ്റിലൂടെ, ഭൂമിയിൽ നിന്ന് ഉയർത്തപ്പെടുന്നവ, അഗ്നിപർവ്വതങ്ങളിലൂടെ പുറത്തു വരുന്നവ, ഉൽക്കകൾ കത്തുന്നതിലൂടെ ഉണ്ടാകുന്ന ചാരം, ഇങ്ങനെയൊക്കെയാണ് അന്തരീക്ഷത്തിൽ പൊടിപടലങ്ങൾ എത്തുന്നത്. ഇങ്ങനെ ഉണ്ടാവുന്ന അന്തരീക്ഷത്തിലെ നേർത്ത പൊടിപടലങ്ങളെയാണ് നമ്മൾ ഘനീകരണ മർമ്മങ്ങൾ അല്ലെങ്കിൽ ഹൈഡ്രോസ്കോപ്പിക് ന്യൂക്ലിയൈ എന്ന് വിളിക്കുന്നത്. അന്തരീക്ഷ വായുവിന്റെ സംരചനയ്ക്ക് മാറ്റം വരുത്തുന്ന രീതിയിൽ പുകയും വിഷവാതകങ്ങളും മറ്റ് രാസപദാർത്ഥങ്ങളും വായുവിൽ കലരുന്നതാണ് അന്തരീക്ഷ മലിനീകരണം. അപ്പൊ നമ്മൾ നേരത്തെ പഠിച്ചില്ലേ അന്തരീക്ഷ സംരചന. എന്തായിരുന്നു അന്തരീക്ഷ സംരചന നമ്മൾ പഠിച്ചത്? അന്തരീക്ഷ വായുവിന്റെ 97% അതായത് അന്തരീക്ഷത്തിൽ നിന്ന് 29 കിലോമീറ്റർ വരെ ഉയരത്തിൽ സ്ഥിതി ചെയ്തു നമ്മൾ പഠിച്ചില്ലേ. എന്താണ് അന്തരീക്ഷ വായുവിന്റെ അളവ് എന്താണ് മുകളിലേക്ക് പോകുന്നതോറും അന്തരീക്ഷ വായുവിന്റെ അളവ് കുറഞ്ഞു വരുന്നു എന്നൊക്കെ പഠിച്ചു. പിന്നെ ഓരോ വാതകങ്ങളുടെ അളവൊക്കെ നമ്മൾ പഠിച്ചില്ലേ അന്തരീക്ഷത്തിൽ അടങ്ങിയിട്ടുള്ള. ഇതൊക്കെയാണ് ഈ ഒരു ഘടനയാണ് അന്തരീക്ഷ സംരചന എന്ന് പറയുന്നത്. ഈ ഒരു അന്തരീക്ഷ സംരചനയ്ക്ക് മാറ്റം വരുത്തുന്ന രീതിയിൽ പുകയും അതുപോലെ വിഷവാതകങ്ങളും മറ്റ് രാസപദാർത്ഥങ്ങളും ഒക്കെ വായുവിൽ കലരുന്നതാണ് അന്തരീക്ഷ മലിനീകരണം എന്ന് പറയുന്നത്. ഇനി ഇവിടെ കുറച്ച് ചിത്രം കൊടുത്തിട്ടുണ്ട്. അന്തരീക്ഷ മലിനീകരണത്തിന് കാരണമാവുന്ന ഓരോ ഭൂമിയിൽ നിന്നുള്ള ഓരോ കാരണങ്ങളാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഫാക്ടറികളിൽ നിന്ന് ഉണ്ടാവുന്ന പുക, പിന്നെന്താണ് വാഹനങ്ങളിൽ നിന്ന് വരുന്ന ഇന്ധനങ്ങളിൽ നിന്നൊക്കെ വരുന്ന പുക, അതുപോലെ പ്ലാസ്റ്റിക് കത്തിക്കുമ്പോൾ ഉണ്ടാവുന്ന പുക, പിന്നെന്താണ് കർഷകർക്കൊക്കെ എന്താണ് ഒരുപാട് വൈക്കോൽ ഉണ്ടാവൂലേ. ഈ ഒരു ഉത്തരേന്ത്യൻ ഭാഗങ്ങളിലേക്കൊക്കെ പോകുന്തോറും എന്താണ് പിന്നെ അവിടെയൊക്കെ സമതലത്തിലൊക്കെ പിന്നെ വ്യാപകമായിട്ട് എന്താണ് നമ്മുടെ ഗോതമ്പ് കൃഷിയൊക്കെ ഉണ്ടാവില്ലേ. ആ ഒരു കൃഷിയുടെ ഫലമായിട്ട് ഉണ്ടാവുന്ന വൈക്കോലൊക്കെ എന്താണ് അതൊക്കെ കത്തിക്കുമ്പോൾ ഉണ്ടാവുന്ന പുകയൊക്കെ എന്താണ് ആ ഒരു ഭാഗത്ത് ആ ഒരു ടൈമിലൊക്കെ വളരെ അസഹനീയമായിട്ടുള്ള പുകയാണ് ആ ഒരു ടൈമിലൊക്കെ ഉണ്ടാവുന്നത്. പിന്നെന്താണ് ആഘോഷങ്ങളിലൊക്കെ നമ്മൾ പടക്കം കത്തിക്കുമ്പോൾ ഉണ്ടാകുന്ന പുക, പിന്നെന്താണ് പിന്നെ അഗ്നിപർവ്വത സ്ഫോടനങ്ങളൊക്കെ വഴിയായിട്ടുണ്ടാവുന്ന പുക, ഇതൊക്കെ അന്തരീക്ഷ മലിനീകരണത്തിന് കാരണമാകുന്നുണ്ട്. ആയിട്ടൊരു ബോക്സ് കൊടുത്തിട്ടുള്ളതാണ് അമ്ലമയം. കൽക്കരി, പെട്രോളിയം ഇന്ധനങ്ങൾ, ഡീസൽ തുടങ്ങിയവ കത്തുമ്പോൾ കാർബൺ ഡൈ ഓക്സൈഡ്, കാർബൺ മോണോക്സൈഡ്, സൾഫർ ഡൈ ഓക്സൈഡ് തുടങ്ങിയ നിരവധിയായ വാതകങ്ങൾ അന്തരീക്ഷത്തിലെത്തുന്നു. അവ മഴവെള്ളത്തോടൊപ്പം കലർന്ന് വെള്ളത്തിൽ ആസിഡ് സ്വഭാവം കൈവന്ന് ഭൂമിയിലേക്ക് എത്തുന്നു. മഴവെള്ളത്തിന്റെ pH മൂല്യം 5-ൽ കുറവാണെങ്കിൽ അതിനെ അമ്ലമയമായി കണക്കാക്കും. ശുദ്ധജലത്തിന്റെ pH മൂല്യം A ആണ്. അപ്പോൾ കൽക്കരി, പെട്രോളിയം ഇന്ധനങ്ങൾ, ഡീസൽ തുടങ്ങിയവ കത്തുമ്പോൾ കാർബൺ ഡൈ ഓക്സൈഡ്, കാർബൺ മോണോക്സൈഡ്, സൾഫർ ഡൈ ഓക്സൈഡ് തുടങ്ങിയ നിരവധിയായ വാതകങ്ങൾ അന്തരീക്ഷത്തിൽ എത്തുന്നുണ്ട്. അപ്പോൾ ഏതൊക്കെയാണ് കാർബൺ ഡൈ ഓക്സൈഡ്, കാർബൺ മോണോക്സൈഡ്, സൾഫർ തുടങ്ങിയ വാതകങ്ങളാണ് കൽക്കരി, പെട്രോളിയം ഇന്ധനങ്ങൾ, ഡീസൽ തുടങ്ങിയവ കത്തുമെന്താണ് അന്തരീക്ഷത്തിലേക്ക് കലരുന്നത്. അവ മഴവെള്ളത്തോടൊപ്പം കലർന്ന് വെള്ളത്തിന് ആസിഡ് സ്വഭാവം കൈവന്ന് ഭൂമിയിലേക്ക് എത്തുന്നു.
അപ്പോൾ ഈ ഒരു ഇങ്ങനെ മഴവെള്ളത്തിൻ്റെ pH മൂല്യം 5-ൽ കുറവാണെങ്കിൽ അതിനെ അമ്ലമയമായിട്ട് കണക്കാക്കും. അപ്പോൾ നമ്മൾ ആസിഡും ബേസും പഠിച്ചപ്പോൾ നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ, 0 to 7 വരെ നമ്മൾ ആസിഡ് ആണെന്ന് പഠിച്ചു അല്ലേ. അതായത് ശുദ്ധജലത്തിന്റെ pH മൂല്യം 7 ആണെന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അതിന് മുകളിലേക്ക് പോകുന്നവരും ബേസ് ആണെന്ന് നമ്മൾ പഠിച്ചു. അപ്പം pH മൂല്യം, മഴവെള്ളത്തിന്റെ pH മൂല്യം 5-ൽ കുറവാണെങ്കിൽ അത് അമ്ലമയമായിട്ടാണ് കണക്കാക്കുന്നത്. അവിടെ ആസിഡ് സ്വഭാവം കൂടുതലുണ്ടാവും. അപ്പോൾ ഈ അമ്ലമയം നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ. താജ്മഹലിന്റെ നിറം മങ്ങുന്നതിന് കാരണം അമ്ലമയാണെന്നൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. അപ്പോൾ അമ്ലമയക്ക് കാരണമാകുന്ന പദാർത്ഥങ്ങൾ ഏതൊക്കെയാണ്? കാർബൺ ഡൈ ഓക്സൈഡ്, കാർബൺ മോണോക്സൈഡ്, സൾഫർ ഡൈ ഓക്സൈഡ് തുടങ്ങിയ വാതകങ്ങളൊക്കെ അന്തരീക്ഷ വായുവിൽ കലരുന്നതാണ് അമ്ലമയക്ക് കാരണമാകുന്നത്. അടുത്തതായിട്ട് പുകമഞ്ഞ്, സ്മോഗ്. പുകയും അതായത് സ്മോക്ക്, മൂടൽ മഞ്ഞ് അതായത് ഫോഗും ചേർന്നതാണ് പുകമഞ്ഞ് രൂപപ്പെടുന്നത്. വ്യവസായശാലകൾ, നിർമ്മാണ പ്രവർത്തനങ്ങൾ, വാഹനങ്ങൾ, കാർഷിക വിളകളുടെ അവശിഷ്ടങ്ങൾ കത്തിക്കൽ തുടങ്ങിയ പ്രവർത്തനങ്ങളിലൂടെ ഉണ്ടാകുന്ന പുകയും പൊടിപടലങ്ങളും അന്തരീക്ഷത്തിൽ നിറയുന്നു. ഇവ മഞ്ഞുമായി കലർന്ന് പുകമഞ്ഞ് രൂപപ്പെടുന്നു. അപ്പോൾ പുകയും മൂടൽമഞ്ഞും ചേർന്നതാണ് പുകമഞ്ഞ്. അതായത് സ്മോക്കും ഫോഗും കൂടി ചേർന്ന് സ്മോഗ് ഉണ്ടാവുന്നു. എന്തൊക്കെയാണ്? വ്യവസായശാലകൾ, നിർമ്മാണ പ്രവർത്തനങ്ങൾ, വാഹനങ്ങളിൽ നിന്നൊക്കെ വരുന്ന പുകയും, അതുപോലെ കാർഷിക വിളകളുടെ അവശിഷ്ടങ്ങൾ കത്തിക്കുമ്പോൾ ഉണ്ടാകുന്ന പുകയൊക്കെ ഈ ഒരു പ്രവർത്തനങ്ങളിലൂടെ ഒക്കെ ഉണ്ടാകുന്ന പുകയാണ്. പൊടിപടലങ്ങളും ഒക്കെ അന്തരീക്ഷത്തിൽ നിറയുന്നു. ഇവ മഞ്ഞുമായിട്ട് കലർന്നാണ് പുകമഞ്ഞ് രൂപപ്പെടുന്നത്. അപ്പോൾ നമുക്കറിയാം ഈ ഡൽഹി ഭാഗത്തേക്കൊക്കെ ഈ ഒരു പോയാൽ നമുക്കറിയാം കാർഷിക വിളകളുടെ അവശിഷ്ടങ്ങളൊക്കെ കത്തിക്കുമ്പോൾ രൂക്ഷമായിട്ടുള്ള പുകയാണ് അവിടെയൊക്കെ ഉണ്ടാവുന്നത്. റോഡുകളിലൊക്കെ ആക്സിഡന്റ് ഒക്കെ ഉണ്ടാവാൻ ഇത് കാരണമാവുന്നുണ്ട്. പക്ഷാഘാതം, ഹൃദ്രോഗം, ശ്വാസകോശ രോഗങ്ങൾ എന്നിവ വർദ്ധിക്കാൻ വായു മലിനീകരണം കാരണമാകുന്നുണ്ടെന്ന് പല പഠനങ്ങളും ചൂണ്ടിക്കാട്ടുന്നു. അപ്പോൾ വായു മലിനീകരണം കാരണം പക്ഷാഘാതം, ഹൃദ്രോഗം, ശ്വാസകോശങ്ങൾ എന്നീ രോഗങ്ങളൊക്കെ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അടുത്ത ഹെഡിങ് ആണ് അന്തരീക്ഷ ഘടന. താപവ്യത്യാസത്തിന്റെ അടിസ്ഥാനത്തിൽ അന്തരീക്ഷത്തെ 5 വ്യത്യസ്ത പാളികളായിട്ട് തരംതിരിച്ചിട്ടുണ്ട്. 5 വ്യത്യസ്ത പാളികളാണ് കേട്ടോ. അപ്പോൾ ഏതൊക്കെയാണ്? എക്സോസ്ഫിയർ, തെർമോസ്ഫിയർ, മിസോസ്ഫിയർ, സ്ട്രാറ്റോസ്ഫിയർ, അതുപോലെ ട്രോപ്പോസ്ഫിയർ. ഒന്നും ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. അന്തരീക്ഷത്തിലെ ഏറ്റവും താഴെയുള്ള പാളിയാണെന്ത്? ട്രോപ്പോസ്ഫിയർ. ഇതിന് ഭൗമോപരിതലത്തിൽ നിന്ന് ശരാശരി 13 കിലോമീറ്റർ വരെ ഉയരം വരും. ധ്രുവപ്രദേശത്ത് ഏകദേശം 8 കിലോമീറ്ററും ഭൂമധ്യരേഖാ പ്രദേശത്ത് 18 കിലോമീറ്ററും ഉയരമാണുള്ളത്. ഭൂമധ്യരേഖാ പ്രദേശത്ത് ചൂട് കൂടുതലായതിനാണ് ഭൂമധ്യരേഖാ പ്രദേശത്ത് 18 കിലോമീറ്റർ ഉയരമുള്ളത്. അപ്പൊ ശരാശരി കണക്ക് ചോദിച്ചിരുന്നത് അത് 13 കിലോമീറ്റർ ആണ്. ഇനി ധ്രുവപ്രദേശത്ത് ചോദിച്ചത് 8 കിലോമീറ്ററും ഭൂമധ്യരേഖാ പ്രദേശത്ത് 18 കിലോമീറ്ററും ആണ്. അപ്പൊ ഭൂമധ്യരേഖാ പ്രദേശത്ത് ഉയരം കൂടാൻ കാരണം അവിടെ ചൂട് കൂടുതലായതുകൊണ്ടാണ്. പൊടിപടലങ്ങളും ജലബാഷ്പവും ഏറ്റവും കൂടുതൽ ഈ പാളിയിലാണുള്ളത്. കൂടാതെ മേഘരൂപീകരണം, മഴ, മഞ്ഞ്, കാറ്റ് തുടങ്ങിയ അന്തരീക്ഷ പ്രതിഭാസങ്ങളും സംഭവിക്കുന്നത് ഈ പാളിയിൽ തന്നെയാണ്. അപ്പൊ ട്രോപ്പോസ്ഫിയറിലാണ് പൊടിപടലങ്ങളും ജലബാഷ്പവും ഏറ്റവും കൂടുതലുള്ളത്. ഏടാന്ന് ചോദിച്ചാൽ അത് ട്രോപ്പോസ്ഫിയറിലാണ്. അതുപോലെ മേഘരൂപീകരണം, മഴ, മഞ്ഞ്, കാറ്റ് തുടങ്ങിയ അന്തരീക്ഷ പ്രതിഭാസങ്ങളൊക്കെ സംഭവിക്കുന്നത് ട്രോപ്പോസ്ഫിയറിലാണ്. ഇനി ട്രോപ്പോസ്ഫിയറിന്റെ ഒരു പ്രധാന സവിശേഷത എന്താണെന്ന് ചോദിച്ചാൽ ഭൗമോപരിതലത്തിൽ നിന്ന് ഓരോ 165 മീറ്റർ ഉയരത്തിലും 1 ഡിഗ്രി സെൽഷ്യസ് എന്ന തോതിൽ അന്തരീക്ഷ താപനില കുറഞ്ഞു വരിക ചെയ്യുന്നത്. ഇതിനെ ക്രമമായ താപനഷ്ട നിരക്ക് അല്ലെങ്കിൽ നോർമൽ ലാപ്സ് റേറ്റ് എന്നും വിളിക്കുന്നു. അപ്പൊ പറഞ്ഞിട്ടുള്ളത് ഓരോ 165 മീറ്റർ ഉയരത്തിലേക്ക് പോറുന്നോറും 1 ഡിഗ്രി സെൽഷ്യസ് താപനില കുറഞ്ഞു വരികയാണ് ചെയ്യുന്നത്. ഇതിനാണ് ക്രമമായ താപനഷ്ട നിരക്ക് എന്ന് പറയുന്നത്. ട്രോപ്പോസ്ഫിയറിന്റെ മാത്രം പ്രത്യേകതയാണ് ക്രമമായ താപനഷ്ട നിരക്ക് സംഭവിക്കുന്നത് ട്രോപ്പോസ്ഫിയറിൽ മാത്രമാണ്. അടുത്തത് സ്ട്രാറ്റോസ്ഫിയർ. ട്രോപ്പോസ്ഫിയറിന് തൊട്ട് മുകളിലുള്ള അന്തരീക്ഷ പാളിയാണെന്ത്? സ്ട്രാറ്റോസ്ഫിയർ. ഭൗമോപരിതലത്തിൽ നിന്ന് ശരാശരി 50 കിലോമീറ്റർ വരെയാണ് ഉയരം. സ്ട്രാറ്റോസ്ഫിയറിന് ഒരു നിശ്ചിത ഉയരം കൂടുമ്പോൾ താപം വർദ്ധിച്ചു വരുന്നതായിട്ട് കാണാം. സ്ട്രാറ്റോസ്ഫിയറിലാണ് ഓസോൺ പാളിയുള്ളത്. ഇത് ഉപരിതലത്തിൽ നിന്ന് ഏകദേശം 2.5 കിലോമീറ്റർ ഉയരത്തിലാണ് നിലകൊള്ളുന്നത്. അപ്പൊ ട്രോപ്പോസ്ഫിയറിന് തൊട്ട് മുകളിലുള്ള പാളിയാണെന്ത്? സ്ട്രാറ്റോസ്ഫിയർ. അവിടുത്തെ ശരാശരി ഉയരം 50 കിലോമീറ്റർ ആണ് കേട്ടോ. സ്ട്രാറ്റോസ്ഫിയറിന്റെ ഒരു നിശ്ചിത ഉയരം കഴിയുമ്പോൾ താപം കൂടി വരികയാണ് ചെയ്യുന്നത്. ഒരു നിശ്ചിത ഉയരം കഴിയുമ്പോൾ പിന്നെ താപം വർദ്ധിച്ചു വരികയാണ് സ്ട്രാറ്റോസ്ഫിയറിൽ. സ്ട്രാറ്റോസ്ഫിയറിൽ ഓസോൺ പാളി കാണപ്പെടുന്നത് സ്ട്രാറ്റോസ്ഫിയറിലാണ്. ഇത് ഉപരിതലത്തിൽ നിന്ന് ഏകദേശം 2.5 കിലോമീറ്റർ ഉയരത്തിലാണ് നിലകൊള്ളുന്നത്. ഇനി ഓസോൺ എന്താണെന്ന് കൊടുത്തിട്ടുണ്ട്. ഓസോൺ ഭൂമിയുടെ രക്ഷാകവചം.
സൂര്യനിൽ നിന്നുള്ള അപകടകാരികളായ അൾട്രാവയലറ്റ് രശ്മികളെ തടഞ്ഞ് നിർത്തി ഭൂമിയെ സംരക്ഷിക്കുന്നത് അന്തരീക്ഷത്തിലെ ഓസോൺ വാതകങ്ങളുടെ സാന്നിധ്യമാണ്. അൾട്രാവയലറ്റ് രശ്മികൾ വർദ്ധിച്ച തോതിൽ ഭൗമോപരിതലത്തിൽ പതിച്ചാൽ അത് ജീവജാലങ്ങൾക്ക് ഹാനികരമാവുകയും ആവാസ വ്യവസ്ഥയെ ദോഷകരമായി ബാധിക്കുകയും ചെയ്യും. അപ്പം എന്താണ്, സൂര്യനിൽ നിന്നുള്ള അപകടകാരികളായിട്ടുള്ള അൾട്രാവയലറ്റ് രശ്മികളൊക്കെ തടഞ്ഞു നിർത്തി ഭൂമിയെ സംരക്ഷിക്കുന്നത് അന്തരീക്ഷത്തിലെ ഓസോൺ വാതകങ്ങളുടെ സാന്നിധ്യമാണ്. അൾട്രാവയലറ്റ് രശ്മികൾ വർദ്ധിച്ച തോതിൽ ഭൗമോപരിതലത്തിൽ പതിച്ചാൽ എന്താണ്, ജീവജാലങ്ങൾക്ക് ഹാനികരമാണ്. അത് ആവാസ വ്യവസ്ഥയെ തന്നെ ദോഷകരമായിട്ട് ബാധിക്കും. അപ്പോൾ ഓസോൺ പാളി കാണപ്പെടുന്നത് സ്ട്രാറ്റോസ്ഫിയറിലാണ്. ഇനി സൂര്യനിൽ നിന്ന് വരുന്ന അൾട്രാവയലറ്റ് കിരണങ്ങൾ സൃഷ്ടിക്കാവുന്ന ദോഷങ്ങളെ പറ്റിയാണ് ഇവിടെ പറയുന്നത്. ആഹാര ശൃംഖലയുടെ തകർച്ച, കൃഷിനാശം, സസ്യവളർച്ച മുരടിക്കൽ, അകാല വാർദ്ധക്യം, അന്ധത, തിമിരം, ത്വക്കിലുണ്ടാകുന്ന ക്യാൻസർ, ഇവയൊക്കെ എന്താണ് ഈ അൾട്രാവയലറ്റ് കിരണങ്ങൾ കാരണം ഉണ്ടാവുന്ന ദോഷങ്ങളാണ്. ആഹാര ശൃംഖലയുടെ തകർച്ച, കൃഷിനാശം, സസ്യവളർച്ച മുരടിക്കൽ, അകാല വാർദ്ധക്യം, അന്ധത, തിമിരം, ത്വക്കിലുണ്ടാകുന്ന ക്യാൻസർ. ഈ ഒരു ബോക്സ് കൊടുത്തിട്ടുള്ളതാണ് ഓസോൺ ദിനം. എല്ലാ വർഷവും സെപ്റ്റംബർ 16 ലോക ഓസോൺ ദിനമായിട്ട് ആചരിച്ചു വരുന്നു. ഓസോൺ സംരക്ഷണത്തിന്റെ ആവശ്യകത സംബന്ധിച്ച് ജനങ്ങളിൽ അവബോധമുണ്ടാക്കുക, ഓസോൺ ശോഷണത്തിന് കാരണമായേക്കാവുന്ന ഉൽപ്പന്നങ്ങളുടെ ഉപയോഗം നിയന്ത്രിക്കുക എന്നിവയാണ് ഈ ദിനാചരണത്തിന്റെ ലക്ഷ്യങ്ങൾ. അപ്പോൾ സെപ്റ്റംബർ 16 ലോക ഓസോൺ ദിനമായിട്ട് നമ്മൾ ആചരിച്ചു വരുന്നത്. ഈ ഒരു ദിനത്തിൽ എന്താണ്, ഓസോൺ ശോഷണത്തിന് കാരണമായേക്കാവുന്ന ഉൽപ്പന്നങ്ങളുടെ ഉപയോഗം നിയന്ത്രിക്കുക, അതുപോലെ എന്താണ് ഈ ഓസോണിന്റെ സംരക്ഷണത്തിന്റെ ആവശ്യകത സംബന്ധിച്ച് ജനങ്ങളിൽ അവബോധമുണ്ടാക്കുക എന്നൊക്കെയാണ് ഈ ഒരു ദിനത്തിന്റെ ആചരണവുമായിട്ട് ബന്ധപ്പെട്ട ലക്ഷ്യം. അടുത്തത് മിസോസ്ഫിയർ. സ്ട്രാറ്റോസ്ഫിയറിന് മുകളിൽ ഏകദേശം 50 കിലോമീറ്റർ മുതൽ 80 കിലോമീറ്റർ വരെ വ്യാപിച്ചിരിക്കുന്ന അന്തരീക്ഷ പാളിയാണിത്. ഈ പാളിയിലും ഉയരം കൂടുന്തോറും താപം കുറയുന്ന പ്രതിഭാസമുണ്ട്. ഭൗമോപരിതലത്തിൽ നിന്ന് ഏകദേശം 80 കിലോമീറ്റർ ഉയരത്തിലെത്തുമ്പോഴേക്കും താപനില -°C വരെ താഴുന്നു. അന്തരീക്ഷത്തിലെ ഏറ്റവും കുറഞ്ഞ താപനിലയാണ് ഇവിടെ അനുഭവപ്പെടുന്നത്. ഭൗമോപരിതലത്തിലേക്ക് കടന്നെത്തുന്ന ഉൽക്കകൾ മിക്കതും കത്തിച്ചാരമാകുന്നത് ഈ പാളിയിൽ വെച്ചാണ്. അപ്പം മിസോസ്ഫിയർ സ്ട്രാറ്റോസ്ഫിയറിന് തൊട്ടിന് മുകളിലായിട്ട് കാണപ്പെടുന്നത് മിസോസ്ഫിയർ ആണ്. ഏകദേശം 50 കിലോമീറ്റർ മുതൽ 80 കിലോമീറ്റർ വരെയാണ് ഈ ഒരു അന്തരീക്ഷ പാളിയുടെ ഉയരം. 50 കിലോമീറ്റർ മുതൽ 80 കിലോമീറ്റർ വരെ. ഈ പാളിയിലും ഉയരം കൂടുന്തോറും താപം കുറയുന്ന പ്രതിഭാസമുണ്ട്. ഭൗമോപരിതലത്തിൽ നിന്ന് ഏകദേശം 80 കിലോമീറ്റർ ഉയരത്തിൽ എത്തുമ്പോഴേക്കും താപനില -100°C വരെ താഴുന്നുണ്ട്. അന്തരീക്ഷത്തിലെ ഏറ്റവും കുറഞ്ഞ താപനിലയാണ് മിസോസ്ഫിയറിലുള്ളത്. അന്തരീക്ഷത്തിലെ ഏറ്റവും കുറഞ്ഞ താപനില അനുഭവപ്പെടുന്നത് മിസോസ്ഫിയറിലാണ്. ഭൗമോപരിതലത്തിലേക്ക് കടന്നെത്തുന്ന ഉൽക്കകൾ മിക്കതും കത്തിച്ചാരമാകുന്നത് എവിടെ വെച്ചാണ്? മിസോസ്ഫിയറിൽ വെച്ചിട്ടാണ് കേട്ടോ. മിസോസ്ഫിയറിൽ വെച്ചിട്ടാണ് ഭൗമോപരിതലത്തിലേക്ക് കടന്നെത്തുന്ന ഉൽക്കകൾ കത്തിച്ചാരമാകുന്നത് മിസോസ്ഫിയറിൽ വെച്ചിട്ടാണ്. ഇനി മിസോസ്ഫിയറിന്റെ മുകളിൽ ഏകദേശം 80 മുതൽ 400 കിലോമീറ്റർ വരെ ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന അന്തരീക്ഷ പാളിയാണിത് തെർമോസ്ഫിയർ. അപ്പോൾ തെർമോസ്ഫിയറിൽ ഉയരുന്നതാണ് 80 മുതൽ 400 കിലോമീറ്റർ വരെയാണ് തെർമോസ്ഫിയറിലെ ഉയരം. ഉയരം കൂടുന്തോറും താപനില കൂടി വരികയാണ് തെർമോസ്ഫിയറിൽ. തെർമോസ്ഫിയറിന്റെ താഴ്ന്ന ഭാഗത്തെ അയണോസ്ഫിയർ എന്നും വിളിക്കുന്നുണ്ട്. അപ്പോൾ ഏറ്റവും കൂടുതൽ താപനില അനുഭവപ്പെടുന്ന അന്തരീക്ഷ പാളി തെർമോസ്ഫിയർ ആണ്. ഉയരം കൂടുന്തോറും താപനില കൂടി വരികയാണ് ചെയ്യുന്നത്. തെർമോസ്ഫിയറിന്റെ താഴ്ന്ന ഭാഗത്തെ അയണോസ്ഫിയർ എന്നും വിളിക്കുന്നുണ്ട്. എന്താണ് അയണോസ്ഫിയർ എന്നാണ്? അന്തരീക്ഷത്തിൽ ഏകദേശം 80 മുതൽ 400 കിലോമീറ്റർ വരെ ഉയരത്തിൽ അൾട്രാവയലറ്റ്, എക്സ്റേ തുടങ്ങിയ തീവ്ര സൂര്യരശ്മികൾ വാതക തന്മാത്രകളെ അയോണുകളാക്കി മാറ്റുന്നു. ഈ പ്രക്രിയയെ അയോണീകരണം എന്നും ഈ പ്രവർത്തനം നടക്കുന്ന മണ്ഡലത്തെ അയണോസ്ഫിയർ എന്നും വിളിക്കുന്നു. അയോണുകൾക്ക് വൈദ്യുതിയെ കടത്തിവിടാൻ കഴിയും. റേഡിയോ തരംഗങ്ങൾ വൈദ്യുത കാന്തിക തരംഗങ്ങളാണ്. അതുകൊണ്ട് ഈ മേഖല റേഡിയോ തരംഗങ്ങളുടെ ദീർഘദൂര പ്രക്ഷേപണം സാധ്യമാക്കുന്നു. അപ്പം എന്താണ് പറഞ്ഞിട്ടുള്ളത്? തെർമോസ്ഫിയറിലെ ഉയരം നമ്മൾ പറഞ്ഞത് 80 മുതൽ 400 കിലോമീറ്റർ വരെയാണ്. അപ്പോൾ 80 മുതൽ 400 കിലോമീറ്റർ വരെ ഉയരത്തിൽ അൾട്രാവയലറ്റ്, എക്സ്റേ തുടങ്ങിയ തീവ്ര സൂര്യരശ്മികൾ വാതക തന്മാത്രകളെ അയോണുകളാക്കി മാറ്റുന്നുണ്ട്. ഈ പ്രക്രിയയാണ് അയോണീകരണം എന്ന് വിളിക്കുന്നത്. ഈ പ്രവർത്തനം നടക്കുന്ന മണ്ഡലത്തെ അയോണോസ്ഫിയർ എന്നും വിളിക്കുന്നുണ്ട്. അയോണുകൾക്ക് വൈദ്യുതിയെ കടത്തിവിടാൻ കഴിയും. റേഡിയോ തരംഗങ്ങൾ വൈദ്യുത കാന്തിക തരംഗങ്ങളാണ്. അതുകൊണ്ട് ഈ മേഖല റേഡിയോ തരംഗങ്ങളുടെ ദീർഘദൂര പ്രക്ഷേപണം സാധ്യമാക്കുന്നുണ്ട്. അപ്പോൾ അയണോസ്ഫിയർ എന്ന് വിളിക്കുന്നത് എന്താണ്? അയോണീകരണം നടക്കുന്ന മേഖല, അതുകൊണ്ടാണ് അവിടുത്തെ അയണോസ്ഫിയർ എന്ന് വിളിക്കുന്നത്. പിന്നെന്താണ്? അയോണുകൾക്ക് വൈദ്യുതിയെ കടത്തിവിടാൻ കഴിയുന്നുണ്ട്.
റേഡിയോ തരംഗങ്ങൾ വൈദ്യുത കാന്തിക തരംഗങ്ങളാണ്. അതുകൊണ്ട് ഈ മേഖല റേഡിയോ തരംഗങ്ങളുടെ ദീർഘദൂര പ്രക്ഷേപണം സാധ്യമാക്കുന്നുണ്ട്. അപ്പോൾ റേഡിയോ പ്രക്ഷേപണം സാധ്യമാകുന്ന അന്തരീക്ഷ പാളിയാണ് തെർമോസ്ഫിയർ അല്ലെങ്കിൽ അയണോസ്ഫിയർ. ഇനി നമുക്ക് എക്സോസ്ഫിയർ എന്താണെന്ന് നോക്കാം. അന്തരീക്ഷത്തിലെ ഏറ്റവും മുകളിലുള്ള പാളിയാണ് എന്ത്? എക്സോസ്ഫിയർ. 400 കിലോമീറ്ററിന് മുകളിൽ സ്ഥിതി ചെയ്യുന്ന എക്സോസ്ഫിയർ എന്ന അന്തരീക്ഷ പാളിയിൽ വായു തന്മാത്രകളുടെ സാന്നിധ്യം ക്രമേണ കുറഞ്ഞ് ബഹിരാകാശത്തിന്റെ ഭാഗമായിട്ട് മാറുക ചെയ്യുന്നത്. അപ്പൊ അന്തരീക്ഷത്തിലെ ഏറ്റവും മുകളിലുള്ള പാളിയാണ് എന്ത്? എക്സോസ്ഫിയർ. 400 കിലോമീറ്ററിന് മുകളിൽ സ്ഥിതി ചെയ്യുന്ന എക്സോസ്ഫിയർ എന്ന അന്തരീക്ഷ പാളിയിൽ എന്താണ്? വായു തന്മാത്രകളുടെ സാന്നിധ്യം ക്രമേണ കുറഞ്ഞു വരികയാണ്, ബഹിരാകാശത്തിന്റെ ഭാഗമായി മാറുന്നു. അപ്പം നമ്മൾ പഠിച്ചില്ലേ, അന്തരീക്ഷത്തിലെ വായുവിൻ്റെ എന്താണ്? മുകളിലേക്ക് കൂടുന്നതോറും വായുവിൻ്റെ അളവ് കുറഞ്ഞു വരികയാണല്ലേ ചെയ്യുന്നത്. അപ്പം എന്താണ്? വായു തന്മാത്രകളുടെ സാന്നിധ്യം ക്രമേണ കുറഞ്ഞ് ബഹിരാകാശത്തിന്റെ ഭാഗമായിട്ട് മാറുകയാണ് എക്സോസ്ഫിയറും. ഇത് ഓരോന്നും ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. ഓരോന്നിൻ്റെ ഉയരമൊക്കെ നോട്ട് ചെയ്ത് തന്നെ പഠിക്കണേ. അപ്പോൾ ഇത്രയൊക്കെയാണ് നമുക്ക് ഈ ഒരു ചാപ്റ്ററിൽ പഠിക്കാനുള്ളത്. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരുപാട് പോയിന്റ്സ് ഉണ്ട് കേട്ടോ. ജസ്റ്റ് കേട്ട് വിടാതെ ജസ്റ്റ് നോട്ട് ചെയ്തൊക്കെ തന്നെ പഠിക്കട്ടോ. നിങ്ങൾക്ക് ക്ലാസ്സുകളൊക്കെ യൂസ്ഫുൾ ആവണമെന്ന് ലൈക്ക് ചെയ്യണേ. അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും ഒന്ന് കമൻറ്റ് ചെയ്യണേ. ഓക്കെ ഫ്രണ്ട്സ്, താങ്ക് യു.